അതിരുകൾ മായ്ച്ച പ്രണയം. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇതൊക്കെ ശരിക്കും വേണോടാ, ഒന്നുകൂടെ ആലോചിക്കുക. ബെഡിൽ തുറന്നു വെച്ച ബാഗിലേക്ക് ഡ്രസ്സുകൾ അടുക്കി വെക്കുകയായിരുന്ന ഞാൻ ഹരിയേട്ടൻ പറയുന്ന കേട്ടപ്പോൾ നിവർന്നു നിന്നു. അതെന്താ ഹരിയേട്ടൻ ഇപ്പൊ അങ്ങനെ ചോദ്യം? ഇതൊക്കെ സംസാരിച്ചു കഴിഞ്ഞല്ലേ? അതെ, പക്ഷെ ഇത്രയും ദൂരത്തേക്ക് അത് യാതൊരു ലക്ഷ്യമില്ലാതെ എല്ലാവരോടും ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഒരുമാതിരി മറ്റേ പണി കാണിക്കരുത്. ഞാൻ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി. ഇതിനു മുമ്പ് കള്ളം പറയാത്ത ആളെന്നല്ലോ നിങ്ങള്. കോയമ്പത്തൂർ വണ്ടിയുടെ പാർട്സ് വാങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞ് തൃശ്ശൂർ പൂരം കാണാൻ പോയപ്പോഴും, ഡ്രൈവർ ലീവായതുകൊണ്ട് ട്രിപ്പ് പോകുന്നെന്ന് കള്ളം പറഞ്ഞ് നെന്മാറ വേല കാണാൻ പോയപ്പോഴും, കൂട്ടുകാരൻ മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ് മൈസൂർ ടൂർ പോയപ്പോഴും തോന്നാത്ത കുറ്റബോധമൊന്നും ഇപ്പൊ വേണ്ട. അതുപോലെ ആണോടാ ഇത്? അതെ. ഹരിയേട്ടൻ കുറച്ചു നേരം ആലോചിച്ചു, പിന്നെ എന്നെ നോക്കി. ശരി, ഇനി ഞാൻ കാരണം നിന്റെ ഗർഭപ്പൂയി നടക്കാൻ പോണ്ട, പെട്ടെന്ന് റെഡിയാവും. ഞാൻ സന്തോഷത്തോടെ പാക്കിംഗ് തുടർന്നു. ആ ബ്രോക്കർ പണ്ടേ പറഞ്ഞ വേറെ പെണ്ണിനെ കാണിച്ചു തരാന്ന് കേട്ടില്ല. നൊസ്റ്റാൾജിയ അവന്റെ അമ്മൂമ്മയുടെ തേങ്ങ. പിറുപിറുത്തുകൊണ്ട് ഹരിയേട്ടൻ മുറി വിട്ടിറങ്ങി ഡോറ് വലിച്ചടച്ചു. ആ പോയ പുള്ളി എന്റെ അളിയനാണ്. ഒരേ ഒരു ചേച്ചിയുടെ ഭർത്താവ് ഹരീഷ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും കഷ്ടിച്ച് 5 മിനിറ്റ് നേരത്തെ യാത്രയെ ഹരിയേട്ടന്റെ വീട്ടിലേക്കുള്ളൂ. ഹരിയേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചു. അനിയത്തിയും ഭർത്താവും വിദേശത്താണ്. എന്റെ ചേച്ചി കവിതയെ കെട്ടിയ ശേഷം അതുവരെ മലേഷ്യയിൽ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയിരുന്ന ഹരിയേട്ടൻ നാട്ടിലൊരു ട്രാവൽസ് തുടങ്ങി. ചുമ്മാ തെണ്ടിത്തിരിഞ്ഞടക്കായിരുന്ന എന്നെ അതിൽ പാർട്ട്ണറാക്കി. ഞാനും ഹരിയേട്ടനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് തന്നെ പറയാം. എന്റെ വീട്ടുകാരുടെ കണ്ണിലുണ്ണിയായ ഹരിയേട്ടൻ അവരുടെ കണ്ണിലെ കരടായ എന്നെ നേർവഴിക്ക് നടത്തുമെന്ന് എല്ലാവർക്കും വിശ്വാസമുണ്ട്. പക്ഷെ എല്ലാ കുരുത്തക്കേടിനും കൂട്ടിൽക്കുന്ന ആത്മമിത്രങ്ങളാണ് ഞങ്ങളെന്ന് അവരറിഞ്ഞില്ലെന്നാണ് തുണിയെടുക്കാത്ത സത്യം. ഞാനുണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും ഒതുക്കുന്ന ഹരിയേട്ടനാണ്. അതുപോലെ പുള്ളിയുടെ കുറെ രഹസ്യങ്ങൾ എന്റെ കയ്യിലുമുണ്ട്. കല്യാണത്തിന് മുമ്പുള്ളതാണെങ്കിലും അതൊക്കെ ചേച്ചെറിഞ്ഞാൽ ചപ്പാത്തി കോലുകൊണ്ട് തലക്കടി കൊള്ളുമെന്ന ബോധം മൂപ്പർക്കും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ അളിയന്മാരാണെന്നതിലുപരി കട്ട ചങ്കുകൾ. അതാണ് ഞങ്ങൾ. ശനി ഞായർ ദിവസങ്ങളിൽ ഹരിയേട്ടനും ചേച്ചിയും അവരുടെ ഒരേ ഒരു പുത്രി നിവേദിയും ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുക. വീട്ടിൽ നിന്നും കുറച്ചകലെ പുഴക്കരയിൽ കമ്പിവേലി കൊണ്ട് അതിരുകെട്ടി തിരിച്ച ഒരു പറമ്പും അതിനകത്ത് ഇപ്പോൾ പ്രവർത്തനമില്ലാത്ത കോഴി ഫാമും ഉണ്ട്. രാത്രി മദ്യപാനികളും തേങ്ങാക്കള്ളന്മാരും അവിടെ കയറാതിരിക്കാൻ ഒരു കാവൽക്കാരനും കണ്ണേട്ടൻ. ഏത് സമയത്ത് വേണമെങ്കിലും അവിടെ പ്രവേശിക്കാൻ അധികാരമുള്ള 2 പേർ ഞാനും ഹരിയേട്ടനുമാണ്. അതിന്റെ കാരണം ഈ കണ്ണേട്ടൻ ഹരിയേട്ടന്റെ അച്ഛന്റെ കൂട്ടുകാരനാണെന്നുകൊണ്ടും പിന്നെ ഇടയ്ക്കിടെ ഓരോ കുപ്പി മൂപ്പർക്ക് ഞങ്ങൾ കൊടുക്കുന്നതുകൊണ്ടുമായിരുന്നു. പല ദിവസങ്ങളിൽ രാത്രി ഞാനും ഹരിയേട്ടൻ അവിടെ പോയി ബിയർ കഴിക്കും. അതിൽ വീട്ടുകാർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മറ്റു കൂട്ടുകാരുടെ കൂടെ പോയി വെള്ളടിച്ച് അലമ്പുണ്ടാക്കുന്നതിൽ നല്ലതാണല്ലോ അളിയന്റെ കൂടെ. അങ്ങനെ ഒരു ശനിയാഴ്ച രാത്രി ഞങ്ങൾ ആ പറമ്പിൽ കൂടിയതാണ്. ഹരിയേട്ടൻ കൊടുത്ത 1/2 ലിറ്റർ ബ്രാൻഡി ഒറ്റയ്ക്ക് തീർത്ത് കണ്ണേട്ടൻ അവിടുത്തെ കെട്ടിടത്തിന്റെ ഉമ്മറത്ത് ഉറങ്ങി തുടങ്ങി. മൂപ്പരുടെ തലയ്ക്ക് വീതം കെട്ടിത്തൂക്കിയ റേഡിയോയിൽ നിന്നും പഴയൊരു ഹിന്ദി ഗാനം ഒഴുകിയെത്തുന്നുണ്ട്. ഞങ്ങൾ 2 കുപ്പി വീതം ബിയർ കഴിച്ച് പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു. ഹരിയേട്ടാ, എനിക്ക് അജയ് ബയ്യ ഒന്ന് കാണണം. ഞാൻ പറയുന്ന കേട്ട് ഹരിയേട്ടൻ എന്റെ നേരെ തിരിഞ്ഞു. ആരെ? അജയ് ബയ്യേ? അതാരാ? അതൊരു ഫ്ലാഷ് ബാക്കാ. ഞാൻ തെങ്ങിൻ ചോട്ടിൽ നിന്ന് ഒരു ഉണങ്ങിയ ഓല വലിച്ചിട്ട് അതിന് മീതെ മാനം നോക്കി കിടന്നു. ഫ്ലാഷ് ബാക്കിന് ഇങ്ങനെയൊക്കെ വേണം? ഹരിയേട്ടൻ ഒരു ഓല വലിച്ചിട്ട് കിടന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മുന്നു. എന്ത് രസമല്ലേ ഹരിയേട്ടാ? പിന്നെ ഈ തണുപ്പത്ത് ഇങ്ങനെ കൊതുകിന്റെ കടിയും കൊണ്ട് കിടക്കാൻ നല്ല രസമല്ലേ? ഒന്ന് വേഗം പറയടാ. ഹരിയേട്ടൻ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങി. അച്ഛൻ, അമ്മ, അമ്മൂമ്മ, ചേച്ചി എന്നിവരടങ്ങിയ ഒരു കുടുംബമായിരുന്നു എൻ്റേത്. പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തറവാട് വീടും. എൻ്റെ പേര് കിരൺ. വീട്ടിലും നാട്ടിലും വിളിക്കുന്ന പേര് കേട്ടാൽ ചിരിക്കരുത്, കുട്ടു. പണ്ട് സ്കൂളിലും കോളേജിലും പോലും അങ്ങനെയാ വിളിച്ചിരുന്നത്. ആ പേര് കാരണം എൻ്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്ത പെമ്പിള്ളേർ വരെയുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ വിറഞ്ഞു കയറും. പക്ഷെ എന്ത് ചെയ്യാം, അപ്പൂപ്പൻ സമ്മാനിച്ച പേരാണ്. അങ്ങേരോട് ഞാൻ എന്ത് ദ്രോഹാണോ ചെയ്ത്. അച്ഛൻ മാധവൻ KSRTCയിൽ ചെക്കിംഗ് ഇൻസ്പെക്ടറാണ്. അമ്മ സാവിത്രി നാട്ടിലെ LP സ്കൂൾ ടീച്ചറും. അച്ഛൻ്റെ അമ്മയുടെ അവഗണന, ചേച്ചിയുടെ ഇഷ്ടമില്ലായ്മ, ഏകാന്തത തുടങ്ങിയ ക്ലേശയൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചേർന്ന് ലാളിച്ചു വഷളാക്കിയ എൻ്റെ സകല അഹങ്കാരമുള്ള ഒരുത്തൻ. എന്നേക്കാൾ 2 വയസ്സ് മൂപ്പുള്ള ചേച്ചിയായിരുന്നു എൻ്റെ സ്ഥിരം വേട്ടമൃഗം. അവളെ ദ്രോഹിച്ചു മടുക്കുമ്പോൾ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങും. വരിവരിയായി നീങ്ങുന്ന ഉറുമ്പിൻ കൂട്ടത്തെ വഴിതെറ്റിച്ച് വിടുക. എവിടെയെങ്കിലും ശാന്തമായിരിക്കുന്ന തവളയുടെ മേലെ ചെമ്പൂടം കമിഴ്ത്തി അതിൽ ചെണ്ടമേളം നടത്തി തവളയുടെ കിളി പാറിക്കുക. പെരിച്ചാഴിയുടെ മാളത്തിനുള്ളിൽ ചകിരി കത്തിച്ച് പുകയിടുക. ഉറങ്ങിക്കിടക്കുന്ന വിളമ്പി പൂച്ചയെ മരത്തിന് മുകളിൽ കൊണ്ടുപോയി വെക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോബി. ഞാൻ കാരണം ഒരു കാക്ക പോലും ആ വഴി വരാറില്ലെന്നാണ് അമ്മൂമ്മ പറയാറ്. ദേ ചെക്ക, അധികം കളിച്ചാലേ ഞാൻ പാറൂര് പിടിച്ചു കൊടുക്കും. എൻ്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ചേച്ചി ഭീഷണിപ്പെടുത്തും. അതൊരു ബ്രഹ്മാസ്ത്രമാണ്. ഞാനതിൽ തളരും. എൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിലാണ് പാറുവമ്മയുടെ വീട്. ചെറിയൊരു മതിലിൻ്റെ അകലം മാത്രം. ആകെ കാട് പിടിച്ച് കിടക്കുകയാണത്. ഞാനൊന്നും അവരെ കണ്ടിട്ടില്ല, പക്ഷേ കഥ കേട്ടിട്ടുണ്ട്. പാറുവമ്മയും ഭർത്താവുമായിരുന്നു അവിടെ താമസിച്ചിരുന്നു. അവർക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. മൺപാത്രങ്ങൾ ഉണ്ടാക്കി നാടുകൾ തോറും നടന്ന് കച്ചവടം ചെയ്ത് അവർ സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷെ എന്തോ അസുഖം ബാധിച്ച് ഭർത്താവ് മരിച്ചുപോയി. പിന്നെ പാറുവമ്മ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയില്ല. കുറെ നാൾ അവരെ കാണാതായപ്പോൾ ആ നാട്ടിലുള്ളവർ അന്വേഷിച്ചെന്ന് കതകി ചവിട്ടി തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ജീർണിച്ച അവരുടെ ശരീരമാണ്.
മാസങ്ങൾക്ക് ശേഷം പാർവമ്മയുടെ അനിയത്തി ആ വീടും പറമ്പ് സ്വന്തമാക്കാൻ അവിടെ താമസത്തിന് വന്നു. പക്ഷെ വന്ന ദിവസം രാത്രി തന്നെ എന്തോ കണ്ട് പേടിച്ച് അവർ ഇറങ്ങി ഓടി. അതോടെ പാർവമ്മയുടെ പ്രേത അവിടെയുണ്ടെന്ന് നാട്ടിലെല്ലാവരും പറഞ്ഞു തുടങ്ങി. അന്നൊക്കെ രാത്രികളിൽ ആ വീട്ടിൽ നിന്ന് അടക്കി പിടിച്ച കരച്ചിൽ ആരൊക്കെയോ കേട്ടിട്ടുണ്ട് പോലും. ഈ കഥ അറിയുന്നതുകൊണ്ട് ഞാൻ വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് നോക്കാറ് പോലുമില്ല. പക്ഷെ എൻ്റെ വീട്ടിലും നാട്ടിലുള്ള ആർക്കും പാർവമ്മയെ പേടിയില്ലാത്ത എന്താണെന്ന് അറിയുകയുമില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം പനി കാരണം 2 ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് തിരിച്ചെത്തി അടുക്കളയുടെ വരാന്തയിൽ ഇരുന്ന് കട്ടൻ കാപ്പിൽ ബ്രെഡ് മുക്കി തിന്നുകയായിരുന്നു. ബേട്ടാ ദാദിമാ കിധർ ഹേ? പരിക്കൻ ശബ്ദത്തിലൊരു ചോദ്യം കേട്ട് ഞാൻ ഞെട്ടിത്തിരിഞ്ഞു. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അധികം ഉയരമൊന്നുമില്ലാത്ത തടിച്ച ഒരാള്. ബ്രൗൺ കളറുള്ള ഇന്നർ ബനിയനും കാക്കി പാൻറ്റുമാണ് വേഷം. കഴുത്തിലൊരു ഏലസ്, കൈത്തണ്ടിൽ കുറെ ചരടുകൾ. എനിക്ക് പേടി തോന്നി. എന്റെ മുഖഭാവം കണ്ടിട്ടാണോ അയാൾ മെല്ലെ ചിരിച്ചു. അമ്മൂമ്മേ! എന്റെ അലർച്ച കരച്ചിൽ പോലെ ആയിപ്പോയി. അത് കേട്ടതും അമ്മൂമ്മയും അമ്മയും ഓടി വന്നു. എന്താടാ? ഞാൻ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി. അയാളെ കണ്ടിട്ടും അമ്മൂമ്മക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല എന്നത് എന്നെ അമ്പരിപ്പിച്ചു. ഹമുദർ പൂജ കിയ? അയാൾ ഭവ്യതയുടെ കയ്യിൽ നിന്ന പാത്രം അമ്മൂമ്മയ്ക്ക് നൽകി തിരിഞ്ഞടന്നു. ആരാത്? അമ്മ ചോദിച്ചു. അത് അപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നവരാ. പാത്രം തുറന്ന് കുറച്ച് മലരിൽ ലഡുവൊക്കെ എന്റെ മുന്നിലെ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് അമ്മൂമ്മ പറഞ്ഞു. പാറുമ്മയുടെ വീട്ടിലോ? ഞാൻ അന്തം വിട്ടു. അതെ, ഇന്ന് രാവിലെ എത്തിയത്. വീടും പറമ്പൊക്കെ വൃത്തിയാക്കാൻ കത്തിയും തൂമ്പയൊക്കെ കൊടുത്തേ ഞാനാ. ഹാജിയാരുടെ പ്ലൈവുഡ് കമ്പനിയിൽ ജോലിക്ക് വന്നതാ. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്ത് പുഴക്കരയിലാണ് ഹാജിയാരുടെ KR പ്ലൈവുഡ്സ്. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇവരെങ്ങനെ പാറുമ്മയുടെ വീട്ടിൽ താമസിക്കും? എനിക്ക് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടിയില്ല. അന്ന് രാത്രി അച്ഛൻ ജോലി കഴിഞ്ഞു വന്ന ശേഷം അമ്മ ഇക്കാര്യം സംസാരിക്കുന്ന ഞാൻ കേട്ടു. ഇവരൊക്കെ എത്രക്കാരാണെന്ന് എങ്ങനെ അറിയാനാ മാധവേട്ട? എനിക്ക് ആകെ പേടിയാവുന്നു. ഇവിടെ ഒരു പെങ്കൊച്ച് വളർന്നു വരുന്നുണ്ടല്ലോ. ആ റെയിൽവേ ഗേറ്റിന്റെ അടുത്തുള്ള ക്വാർട്ടേഴ്സ് താമസിക്കുന്ന ഹിന്ദിക്കാരനെ നമ്മുടെ ശ്യാമളയുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കിയതിന് പിള്ളേര് പിടിച്ചടിച്ച് 2 ആഴ്ച മുമ്പല്ലേ? എന്റെ പൊന്നു സാവിത്രി, എല്ലാവരും ഒരുപോലെയാണോ? മലയാളികളിലും മോശം സ്വഭാവമുള്ളവരില്ലേ? ഞാൻ അവരിപ്പോ ഗഫൂറിന്റെ കടയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടിരുന്നു. ഒറീസക്കാരാ, നല്ല പെരുമാറ്റം. നമുക്ക് നോക്കാലോ, നീ വെറുതെ പേടിക്കാതെ. ഈ ഒറീസ ഇന്ത്യയുടെ ഏത് ഭാഗത്താണെന്ന് ഞാൻ ഓർത്തു നോക്കി. നോ രക്ഷ. പരീക്ഷയിൽ ഇന്ത്യയുടെ ഭൂപടം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ അടുത്തിരിക്കുന്നവന്റെ കോപ്പി അടിച്ചാണ് ശീലം. മുകളിൽ കാശ്മീരാണെന്ന് മാത്രം എനിക്കറിയാം, താഴെ കേരളം. ഇതിലെവിടെയാണ് ഒറീസ? ആ ദൈവത്തിനറിയാം. എന്തായാലും ഇവരോട് താമസിക്കാനൊന്നും പോകുന്നില്ല. ഇന്ന് പാർവമ്മയുടെ പ്രേതം വന്ന് കഴുത്തിന് പിടിക്കും. ഹിന്ദിയിലുള്ള കരച്ചിൽ കേൾക്കാൻ കാതോർത്തുകൊണ്ട് കിടന്ന ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ കിണറിനടുത്തുള്ള വാഴച്ചോട്ടിൽ നിന്ന് പല്ല് തേക്കാനും ഞാൻ. ഓയ് ചോട്ടു! ആരോ വിളിക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. ദയാ തടിയൻ. ആരുടെ വീടിന്റെ ജനലിലൂടെ അയാളുടെ മുഖം കാണാം. ചപ്പാത്തി ഓർ ചന മസാല ചായേ തോ ഇതറാവോ? ചപ്പാത്തി എനിക്കറിയാം, ചന മസാല എന്താണാവോ? എന്നാലും ഭക്ഷണം കഴിക്കാനുള്ള ക്ഷണമാണ്. ചപ്പാത്തി നെഹി നെഹി ചോർ ചോർ. പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകന്റെ ഡയലോഗ് കടമെടുത്തുകൊണ്ട് ഞാൻ അകത്തേക്ക് ഓടി. 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഒറീസക്കാരുടെ മുഴുവൻ വിവരങ്ങൾ അച്ഛൻ ശേഖരിച്ചു. ആകെ 4 പേരുണ്ട്. നമ്മുടെ തടിയന്റെ പേര് അജയ്, പിന്നെ സന്തോഷ്, സോനു, കിഷൻ. സന്തോഷും സോനുവും സഹോദരങ്ങളാണ്. കൂട്ടത്തിൽ മൂത്തയാളാണ് അജയ് ഭയ്യ. പുള്ളി കുറെ കാലം എറണാകുളത്തെ ഏതോ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അത് മതിയാക്കി നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ഇവരെയും കൂടെ കൂട്ടി. 4 ആളും ഒറീസയാണെന്നേ ഉള്ളൂ. പക്ഷെ വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. അയൽപ്പക്കത്ത് മറ്റു വീടുകളുണ്ടെങ്കിലും ഞങ്ങളോടായിരുന്നു അവർക്ക് ഏറ്റവും അടുപ്പം. അതിന് കാരണം അച്ഛനും അമ്മയും കാണുന്ന സ്നേഹമാണ്. അച്ഛന് നന്നായിട്ട് ഹിന്ദി അറിയാം. അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അച്ഛൻ ഞങ്ങൾക്ക് മലയാളത്തിൽ വിശദീകരിക്കും. അമ്മയുടെയും ചേച്ചിയുടെയും പേടി മാറാനും അധികം നാളുകൾ വേണ്ടി വന്നില്ല. സ്വന്തം കുടുംബത്തിലെ സ്ത്രീകളോടെന്ന പോലെ ബഹുമാനത്തോടെയാണ് അവരുടെ പെരുമാറ്റം. ഞങ്ങളുടെ പറമ്പിലുണ്ടാക്കുന്ന വാഴപ്പഴവും പാവയ്ക്കയും മുരിങ്ങക്കയും മത്തനും എല്ലാം അമ്മൂമ്മ മതിലിന് മുകളിൽ കൂടെ അവർക്ക് നൽകുന്ന ഞാൻ പലതവണ കണ്ടു. ഔട്ട് ഗോയിങ് മാത്രമല്ല കേട്ടോ, ഇൻകമിങ്ങും ഉണ്ട്. അജയ് ഭയ്യ പാചകം ചെയ്ത കറികൾ വീട്ടിലും എത്തും. അച്ഛനും അമ്മൂമ്മയും മാത്രമേ കഴിക്കാറുള്ളൂ. കാരണം എല്ലാത്തിലും വെളുത്തുള്ളിയുടെ അതിപ്രസരം ഉണ്ടാവും. TV-യിൽ ക്രിക്കറ്റ് മാച്ചുള്ള ദിവസങ്ങളിൽ ജോലിയില്ല എങ്കിൽ 4 ആൾ ഞങ്ങളുടെ വീട്ടിലെത്തും. ക്രിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ കലി തുള്ളുന്ന അമ്മൂമ്മ അവരോടൊപ്പം ഇരുന്ന് ഓരോ ഓവറിനിടയിൽ പരസ്യങ്ങൾ പോലും ആസ്വദിച്ചു തുടങ്ങി. നല്ല ഗുരുത്തുള്ള പിള്ളേരാ, നിന്നെ പോലെയൊന്നും അല്ല. അമ്മൂമ്മയ്ക്ക് അവർ പറയുന്നൊന്നും മനസ്സിലാവില്ലല്ലോ, വെറുതെ തലയാട്ടുന്നല്ലേ. എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് എന്നോട് ആരാടാ പറഞ്ഞേ? അമ്മൂമ്മേന്റെ തലയിൽ കുട്ടി. പണ്ടത്തെ 3ാം ക്ലാസ്സാണെന്ന അഹങ്കാരം. അജയ് ഭയ്യും കൂട്ടുകാരും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായി മാറി. പാറുമ്മക്ക് അവരെ ഇഷ്ടമായി കാണും, അതുകൊണ്ടായിരിക്കും ഉപദ്രവിക്കാത്തത്. എന്തായാലും എനിക്ക് അവർ ഇഷ്ടപ്പെട്ടു. എന്നെ കുട്ടു എന്ന് വിളിക്കാത്ത ആ നാട്ടിൽ അവർ മാത്രമാണ്. അവർ പറയുന്നൊക്കെ മനസ്സിലാവും, പക്ഷെ മറുപടി പറയാനുള്ള അത്ര ഹിന്ദി എനിക്ക് വശമില്ല. എന്നാലും ആംഗ്യത്തിലൂടെയൊക്കെ പിടിച്ചു നിൽക്കും. 9ാം ക്ലാസ്സിലെത്തിയ സമയം അന്നൊരു ഞായറാഴ്ചയാണ്. അമ്മയും അച്ഛനും ചേച്ചിയും കൂടി ഒരു ബന്ധുവീട്ടിൽ പോയതാണ്. ഞാൻ വെറുതെ പറമ്പിലൂടെ നടക്കുന്നു. കിരൺ! അജയ് ഭയ്യ മതിലിനരിൽ വന്ന് വിളിച്ചു. ഞാൻ അങ്ങോട്ട് ചെന്നു. ഇന്ന് ലീവല്ലേ, എന്താ പരിപാടി? ഞാനൊന്നുമില്ലെന്നർത്ഥത്തിൽ ചുമൽ കൂച്ചി. നമുക്ക് വെറുതെ ടൗണിൽ പോയാലോ? ഞാനൊന്ന് ആലോചിച്ചു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് TV ആണെങ്കിൽ നടക്കില്ല, വേറെ നേരം പോക്കുമില്ല. ഞാൻ സമ്മതം മൂളി. അജയ് ഭയ്യ തന്നെ അമ്മൂമ്മയുടെ അനുവാദം വാങ്ങി.
അവിടെ നിന്നും ബസ്സിൽ 5 മിനിറ്റ് പോയാൽ ടൗണിലെത്തും. പക്ഷേ ഞങ്ങൾ നടന്നു. ബൈ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാനെല്ലാം അറിയുന്നവനെ പോലെ തലകുലുക്കി കേട്ടു. ടൗണിലെത്തിയപ്പോൾ ആദ്യം പുള്ളി എന്നെയും കൊണ്ട് ഹോട്ടലിൽ കയറി. ഞാൻ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ബയ്യെ നിർബന്ധിച്ചപ്പോൾ വേറെ വഴിയുണ്ടായില്ല. പോരായിട്ട് നല്ല ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്ത്, എൻ്റെ ഇഷ്ടഭക്ഷണം. അതിനുമുമ്പിൽ ഞാൻ തോറ്റുപോയി. കഴിച്ചു കഴിഞ്ഞ ശേഷം അടുത്തതായി പോയത് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ്. തടയാൻ എത്ര ശ്രമിച്ചിട്ടും ബയ്യ എനിക്ക് വേണ്ടി ഒരു ടീഷർട്ടും ജീൻസും വാങ്ങി. അതവിടുന്ന് എന്നെ കൊണ്ട് ധരിപ്പിച്ച് പഴയ ഡ്രസ്സ് പൊതിഞ്ഞെടുത്തു. എനിക്ക് വല്ലാത്ത നാണം തോന്നി. ടീഷർട്ട് ഉപയോഗിച്ച് ശീലമില്ല. ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് മുടി ചീകി ഒതുക്കി അമ്പി സ്റ്റൈൽ നടന്ന ഞാനാണ് ജീൻസും വേറീസ് മൈ ഗേളിന്ന് നെഞ്ചിന്റെ ഭാഗത്ത് എഴുത്തുള്ള മഞ്ഞ ടീഷർട്ട് ഇട്ട് നിൽക്കുന്നത്. ബയ്യ പക്ഷെ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പുള്ളി എന്നെയും കൊണ്ട് അടുത്തുള്ള സ്റ്റുഡിയോയിൽ കയറി ചേർത്ത് പിടിച്ചുള്ള 2-3 ഫോട്ടോ എടുത്തു. അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു നടന്നു. നാണുണ്ടോടാ നിനക്ക്? ബിരിയാണി മുണുങ്ങ അത്രക്ക് കൊതിയാണെങ്കിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ വാങ്ങി തരില്ലേ? തിരിച്ചെത്തിയപ്പോൾ അച്ഛൻ ഭയങ്കര കലിപ്പ്. അവന്റെ കോലം നോക്ക്, പാർത്തുകൊണ്ട് നിർത്താം. ബയ്യ നിർബന്ധിച്ചിട്ടാ? നിർബന്ധിക്കുമ്പോ വേണ്ടാന്ന് പറയാനുള്ള മര്യാദ കാണിക്കണം. നീ ഒന്നും സ്കൂളിൽ പോയിട്ട് ഒരു കാര്യമില്ല. വീട് മാധവേട്ട, അമ്മ അനുനയിക്കാൻ ശ്രമിച്ചു. അവന് അബദ്ധം പറ്റിയതല്ലേ. സാവിത്രി ഏതോ നാട്ടിൽ നിന്ന് കുടുംബം പുലർത്താൻ ഇവിടേക്ക് വന്നവരാ പിള്ളേര്. പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്ത് എത്ര കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവനോടുള്ള ഇഷ്ടം കൊണ്ട് കാശ് ചെലവാക്കുമ്പോൾ വേണ്ടാന്ന് പറയണ്ടേ? എനിക്ക് ശരിക്കും കുറ്റബോധം തോന്നി. അച്ഛൻ വഴക്ക് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. പാവം ബയ്യ. അന്ന് രാത്രി ബയ്യ വീട്ടിലേക്ക് വന്നു. എന്തിനാ അജയ് നീ വെറുതെ പൈസ കളഞ്ഞ്? അച്ഛൻ ശാസിച്ചു. അജയ് ബയ്യ പുഞ്ചിരിച്ചു. ഷാരില്ല, ഇവനെന്റെ അനിയൻ തന്നെയല്ലേ. എന്റെ ചോട്ടു ജീവിച്ചിരുന്നെങ്കിൽ ഇവന്റെ പ്രായമായിരിക്കും. ആ ശബ്ദമിടറി. അന്നാണ് ബയ്യയുടെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. ബയ്യയുടെ ചെറുപ്പത്തിൽ തന്നെ ഒരു അപകടത്തിൽപ്പെട്ട് അമ്മയും അനിയനും മരിച്ചു. 1 വർഷം തികയും മുമ്പ് അച്ഛൻ അമ്മയുടെ അനിയത്തിയെ കല്യാണം കഴിച്ചു. അതിലൊരു മോളുണ്ട്. കുറച്ചു കാലം മുമ്പ് അച്ഛനും മരണത്തിന് കീഴടങ്ങി. തന്റെ അമ്മയുടെ വയറ്റിൽ നിന്നും ജനിച്ചതല്ലെങ്കിലും അനിയത്തിയെ ജീവനാണ് ബയ്യക്ക്. സ്വന്തം ചേച്ചിയുടെ മകനാണെന്ന സ്നേഹമൊന്നും ആദ്യം രണ്ടാനമ്മയ്ക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ബയ്യ കൃത്യമായി പൈസ അയക്കുന്നതുകൊണ്ട് ആർക്കും വലിയ കാര്യമാണ്. ഇതാണ് അർഷിത, ഞാൻ ബേബി എന്ന് വിളിക്കും. ബയ്യ പേഴ്സ് തുറന്നൊരു ഫോട്ടോ കാണിച്ചു. സുന്ദരിയായ ഒരു പെൺകുട്ടി, ഏകദേശം എൻ്റെ അതേ വയസ്സ് കാണും. ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ ഇവർക്ക് വേണ്ടിയാ സാബ്. ബയ്യ കണ്ണുടച്ചു. ബേബിയെ പഠിപ്പിച്ച് ഒരു ജോലി വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് നല്ല ഒരാളെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കണം. പക്ഷെ നടക്കാൻ പ്രയാസമാണ്. അതെന്താ ജയ്? അത് കേരളമല്ല സാബ്. എൻ്റെ ജാതിക്കാർ പഠിക്കുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരാ ഗ്രാമത്തിന് ചുറ്റും. ഞങ്ങൾ ഉയർന്നു വരുന്ന അവർക്ക് ഇഷ്ടമല്ല. ഇവിടെയും പണ്ട് അങ്ങനെയൊക്കെയായിരുന്നു. കാലത്തിനത്തെല്ലാം മാറും. ബയ്യ ഞങ്ങളെല്ലാവരെയും നോക്കി. ആദ്യം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് മലയാളികൾക്ക് ഞങ്ങളെ പേടിയായിരുന്നു. നോർത്ത് ഇന്ത്യക്കാരല്ലേ, വീട്ടിൽ കയറി മോഷ്ടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താലോ എന്ന് അവിടെ അയൽ വീട്ടിലെ സാബിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഇവിടെ വന്നതിൽ പിന്നെ ഞാൻ ഒത്തിരി സന്തോഷവാനാ. നിങ്ങളൊക്കെ തരുന്ന സ്ഥാനം. ഞാൻ ബേബിയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ പറ്റി. ഇവിടെയുള്ള ഓരോരുത്തരെയും അവൾക്ക് അറിയാം, പ്രത്യേകിച്ച് കിരണിനെ. അടുത്ത തവണ പോകുമ്പോൾ ഇവനെയും കൊണ്ടു ചെല്ലാനാ ബേബി പറയുന്നു. എന്നാ വളരെ നന്നായി. 2 ദിവസം ഇവൻ അവിടെ വന്നിരുന്നാ അവിടെയുള്ള ഒരു മുഴുവൻ ജീവനും കൊണ്ടോടി ഇങ്ങോട്ട് വരും. അച്ഛൻ്റെ അക്കൗണ്ടിൽ അതുവരെ ആകാശത്തേക്ക് വരുന്ന ഞാൻ ഒറ്റയടിക്ക് താഴേക്ക് വീണു. മകനെ കുറിച്ച് എന്തൊരു മതിപ്പ്. ബയ്യ ചിരിച്ചു. കിരൺ വളരെ നല്ല കുട്ടിയാ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, നിന്റെ ബേബി വലുതാകുമ്പോ ഇവന് കെട്ടിച്ചു കൊടുക്ക്. അപ്പൊ രണ്ടാളും ഇന്ന് നിന്റെ കൂടെ ഉണ്ടാവുമല്ലോ. അതിനെന്താ സാബ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ നാണത്താൽ കാൽവിരൽ കൊണ്ട് നിലത്ത് വട്ടം വരയ്ക്കുന്നുണ്ട്. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അന്ന് രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ബേബിയുടെ മുഖമായിരുന്നു മനസ്സിൽ. എന്റെ ക്ലാസ്സിലെ പെൺകുട്ടികൾക്കൊന്നും ഇത്ര ഭംഗിയില്ല. ആ സ്കൂളിലെ ഏറ്റവും സുന്ദരിയെന്ന് ആമ്പിള്ളേർ പറയുന്ന നിമ്മിക്ക് പോലും ഇത്രയും ഭംഗിയുള്ള കണ്ണില്ല. നിമ്മിയുടെ മുടി നിറയെ എണ്ണയായിരിക്കും. ഇതങ്ങനെയല്ല. ബേബി വളർന്നു വലുതായാൽ ഹിന്ദി സിനിമാ നടി റാണി മുഖർജിയെ പോലെ ആവാനാണ് ചാൻസ്. അമ്മേ, ഞാൻ പതിയെ വിളിച്ചു. മറുപടിയില്ല. അമ്മേ, ഞാൻ അമ്മയെന്ന് കുലുക്കി. എന്താടാ? ഓർക്കച്ചടവോട് അമ്മ ചോദിച്ചു. മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ അമ്മൂമ്മയെ വിളിച്ചോ. എനിക്കൊന്നും വയ്യ, പോത്തുപോലെയായി. എന്നിട്ടും പുറത്തിറങ്ങാൻ അവന് ആള് വേണം. നിന്നെ ഇവിടെ കിടക്കാൻ വിടുന്നേ തെറ്റാ. ഞാൻ എഴുന്നേറ്റിരുന്നു. അമ്മയുടെ അപ്പുറത്ത് അച്ഛൻ മലർന്നു കിടന്ന് കൂർക്കം വലിക്കുന്നുണ്ട്. അതൊന്നുമില്ല. പിന്നെന്താടാ? ഈ ഒറീസയിലും നമ്മളിവിടുത്തെ പോലെ തന്നെയാണോ കല്യാണം? എന്തേ, നീ അവിടെ നിന്ന് കെട്ടാൻ പോകുന്നുണ്ടോ? വെറുതെ അറിയാനാ. അടിച്ച് ചന്തി പൊളിക്കും ഞാൻ. കിടന്നുറങ്ങടാ. അമ്മ തനി ടീച്ചറായി. അതോടെ ഞാൻ ബെഡ്ഷീറ്റ് തലവഴിയിട്ട് കിടന്നു. പക്ഷേ അന്ന് സ്വപ്നത്തിൽ വന്ന പെണ്ണിനും ബേബിയുടെ മുഖമായിരുന്നു. കാലം പിന്നെയും കടന്നുപോയി. അജയ് ബയ്യും കൂട്ടരും ഞങ്ങളുടെ കുടുംബം തന്നെയായി മാറി. ജോലി കഴിഞ്ഞാൽ 4 പേരും ഞങ്ങളുടെ ഉമ്മറത്ത് ഹാജരാകും. അത്യാവശ്യം കുറച്ച് ഹിന്ദി ഞാനും കുറച്ച് മലയാളം അവരും പഠിച്ചു കഴിഞ്ഞിരുന്നു. ബയ്യക്കാരും ഞങ്ങളോട് കൂടുതൽ അടുപ്പം. മലയാളം സീരിയൽ കണ്ട് അമ്മൂമ്മയുടെ കൂടെ അജയ് ബയ്യൻ കരയാൻ തുടങ്ങി. ഇടയ്ക്ക് 1-2 വട്ടം ബയ്യ നാട്ടിൽ പോയി. പോകുന്ന സമയത്ത് അമ്മയും അച്ഛൻ ചേർന്ന് ബേബിക്കും അമ്മയ്ക്കും കുറച്ച് ഡ്രസ്സുകളും അമ്മൂമ്മ രഹസ്യ സമ്പാദത്തിൽ നിന്ന് കുറച്ച് കാശും ബയ്യക്ക് നൽകി. തിരിച്ചു വന്നപ്പോൾ അവരുടെ ഗ്രാമത്തിലെ ചില മധുര പലഹാരങ്ങൾ ബയ്യൻ ഞങ്ങൾക്കും സമ്മാനിച്ചു. ഇന്ത്യയുടെ 2 ഭാഗങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജീവിച്ച മനുഷ്യരെ വിധി ഒരുമിച്ച് ചേർത്ത് നിർത്തിയ മനോഹരമായ കാലഘട്ടം. പക്ഷേ എല്ലാ ബന്ധങ്ങൾക്കും ദൈവം ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ.
SSLC പരീക്ഷ കഴിഞ്ഞ വെക്കേഷൻ കാലം എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഹാജിയാരുടെ പ്ലേവുഡ് കമ്പനി അടച്ചുപൂട്ടി. മറ്റു ജോലികൾക്കായി ശ്രമിച്ചെങ്കിലും കാര്യമായൊന്നും ശരിയാവാത്തതിനാൽ ബയ്യും മറ്റുള്ളവരും തൽക്കാലം നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് അവർക്ക് എവിടെയെങ്കിലും ജോലി നേടാൻ സഹായിക്കാമെന്ന് അച്ഛൻ വാക്ക് നൽകി. കുറച്ചു മാസം കൂടി കഴിയട്ടെ സാബ്. എന്റെ സ്ഥലത്ത് ഇത്തവണ കൃഷി ചെയ്യണം. അത് വെറുതെ ഇട്ട് ആരെങ്കിലും കൈയടക്കും. അതിനുശേഷം ഇങ്ങോട്ട് വരാം. സോനുവും സന്തോഷും ഗുജറാത്തിലൊരു ടയർ കമ്പനിയിലേക്ക് പോവുകയാണ്. കിഷൻ അപ്പൂപ്പനൊരു ടാക്സിയിൽ പണി ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ പക്ഷെ എന്തായാലും ഇങ്ങോട്ട് വരും, ബയ്യ പറഞ്ഞു. അച്ഛൻ കുറച്ച് രൂപ ബയ്യയുടെ കയ്യിൽ നിർബന്ധിച്ച് പിടിപ്പിച്ചു. വേണ്ട സാബ്, എന്തിനാ ഇതൊക്കെ? സാറില്ല അജയ്, ഇത് ഞങ്ങളുടെ സന്തോഷത്തിനാ. നീ നാട്ടിൽ പോയോ, എല്ലാം ശരിയാവും. ഞങ്ങളുടെ പ്രാർത്ഥന കൂടെയുണ്ട്. വികാരനിർഭരമായൊരു വിടവാങ്ങലായിരുന്നു അത്. ബയ്യനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാനും കരഞ്ഞു. പിന്നെ അമ്മൂമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി. അതിനുശേഷം ചേച്ചിയോടും അമ്മയോടും യാത്ര പറഞ്ഞ ബയ്യ പോയി. കുറച്ചു ദിവസം ഞങ്ങൾക്ക് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. ഒമ്മരത്തെ കളിച്ചിരികൾ അപ്രത്യക്ഷമായത് എല്ലാവരെയും ബാധിച്ചു എന്ന് തന്നെ പറയാം. പാറോമ്മയുടെ വീടിന് നേരെ നോക്കാൻ പോലും തോന്നുന്നില്ല. ആകെ ഒരു തരം മരവിപ്പ്. എനിക്കാണെങ്കിൽ കണ്ണടക്കുമ്പോൾ ബയ്യയുടെ രൂപം മനസ്സിൽ തെളിയും. കുറച്ച് നാൾ കൂടി കടന്നുപോയി. ബയ്യ ഇടയ്ക്കിടെ ഫോൺ വിളിച്ച് എല്ലാവരോടും സംസാരിക്കും. 1-2 തവണ ബേബിക്ക് ഫോൺ കൊടുത്തു. ഞാനും ഹലോ പറഞ്ഞു. അവളും തിരിച്ച് ഹലോ പറഞ്ഞു. കാരണം അവൾക്ക് ഒടിയ ഭാഷ മാത്രമേ അറിയൂ. ബയ്യക്ക് ഗൾഫിലേക്ക് ഒരു ചാൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊഴികെ ബാക്കി എല്ലാവരും സന്തോഷിക്കുന്നത് എന്തിനാണെന്നൊന്നും മനസ്സിലായില്ല. എടാ, അവന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നതിനേക്കാൾ ഗുണമുണ്ടാവും ഗൾഫ് പോയി പണിയെടുത്താ, അച്ഛൻ പറഞ്ഞു. കുറച്ച് വിഷമം തോന്നിയെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കാമെന്നും ഗൾഫിൽ നിന്ന് ലീവിന് വന്നാൽ ബേബിയും കുട്ടി ഇങ്ങോട്ട് വരാമെന്നും ബയ്യ ഉറപ്പ് വന്നപ്പോൾ ഞാനും സമ്മതിച്ചു. അങ്ങനെ ബയ്യ പ്രവാസിയായി. പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടെ ഫോൺ വിളിക്കും. പിന്നെ ജോലി തിരക്കാനും വിളികൾ കുറഞ്ഞു. ഞങ്ങളുടെ ജീവിതം അതുപോലെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്നു. ഞാൻ +2 പഠിക്കുമ്പോഴാണ് അമ്മൂമ്മ മരിച്ചത്. അതിനുശേഷം ഓരോ പ്രശ്നങ്ങൾ. ആ പഴയ തറവാട് വിറ്റ് കുറച്ച് ദൂരെ ഇപ്പോൾ താമസിക്കുന്ന വീട് പണിത് താമസം മാറി. ബയ്യയുടെ കോള് തീരെ വരാതായപ്പോൾ 1-2 തവണ അച്ഛൻ വിളിച്ചു നോക്കി. പക്ഷെ കിട്ടിയില്ല. പിന്നെ ഓരോ തിരക്കുകൾക്കിടയിൽ അജയ് ബയ്യെ ഞങ്ങൾ മറന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മദ്യത്തിന്റെ നേർത്ത ലഹരിയിലാണ് പഴയതൊക്കെ എന്റെ മനസ്സിലേക്ക് കടന്നെത്തിയത്. ലഹരി വിട്ടുമാറിയിട്ടും ബയ്യയെയും ബേബിയെയും കാണണമെന്ന ആഗ്രഹം അവിടെ തന്നെ ഉറച്ചു നിന്നു. തനിച്ചു പോകുന്ന റിസ്ക് ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഹരിയേട്ടന്റെ സഹായം അഭ്യർത്ഥിച്ച്. ആദ്യം ശക്തമായി എതിർത്തെങ്കിലും ഒടുക്ക ഹരിയേട്ടൻ സമ്മതിച്ചു. അമ്മയും അച്ഛനെയും ചേച്ചിയും സമ്മതിപ്പിക്കാമെന്നും പറഞ്ഞു. പണ്ട് ഹരിയേട്ടന്റെ കൂടെ മലേഷ്യയിൽ ജോലി ചെയ്ത സുഖദേവ് സിംഗിന്റെ അനിയത്തിയുടെ കല്യാണം കൂടാൻ പഞ്ചാബ് വരെ പോവുകയാണെന്നൊക്കെയുള്ള എല്ലാവരും വിശ്വസിച്ചു. കാരണം പറയുന്ന ഹരിയേട്ടനാണല്ലോ. അങ്ങനെ ഒരു സിംഗോ അയാളുടെ അനിയത്തിയോ ഇല്ല. അപ്പോഴാണ് അടുത്ത പ്രശ്നം തലപൊക്കിയത്. ഒരാവേശത്തിന് പോകാൻ പ്ലാനിട്ടെങ്കിലും അജയ് ബയ്യയുടെ അഡ്രസ്സ് അറിയില്ല. കുറെ ആലോചിച്ചപ്പോൾ അതിനൊരു പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തി. പണ്ട് പ്ലേവുഡ് കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിരുന്ന വേണുവേട്ടൻ. മൂപ്പർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. പിന്നെ താമസിയാതെ ഞാൻ വേണുവേട്ടൻ്റെ നമ്പർ സംഘടിപ്പിച്ച് ഫോൺ ചെയ്തു. ഹലോ, ആരാണ്? വേണുവേട്ടത് ഞാനാ, കിരൺ. ഏത് കിരൺ? മാധവന്റെ മോന്. ആ കുട്ടു, നീയാണോ? എന്താടാ? നാശം, ഈ കുട്ടു എന്ന വിളിപ്പൊരു ചാവുന്ന വരെ മാറില്ല. അതെ, ഒരു ഹെൽപ്പ് വേണമായിരുന്നു. പറഞ്ഞോ, നിങ്ങളോട് പറ്റുന്നതാണ് ഞാൻ ചെയ്യാം. പണ്ട് നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്ത ഒറീസക്കാരനായിട്ടുള്ള അജയ് ബയ്യയുടെ അഡ്രസ്സ് ഒന്ന് വേണ്ടിയിരുന്നു. അജയ്? അങ്ങനെ ഒരാളുണ്ടായിരുന്നോ? ആ, എൻ്റെ അയൽപക്കത്തെ വീട്ടിൽ താമസിച്ചിരുന്നത്. പാറോമ്മയുടെ. അതൊക്കെ എത്ര വർഷം മുമ്പാടാ. അഡ്രസ്സൊന്നും എൻ്റെ കയ്യിലില്ല. അതുപോട്ടെ, ഇപ്പം നിനക്കെന്തിനാ അവൻ്റെ അഡ്രസ്സ്? ആവശ്യമുണ്ട്. ഒരു രക്ഷയില്ല. നിരാശ തോന്നിയെങ്കിലും ഞാൻ പിന്മാറിയില്ല. കട്ടിലിനടിയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് സുനീഷ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്ന ബ്ലാക്ക് ലേബിൾ ഫുൾ ബോട്ടിലിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വേണുവേട്ട് വാട്സാപ്പിലിട്ട് കൊടുത്തു. അങ്ങേരുടെ വീക്ക്നെസ്സിലാണ് ഞാൻ കയറി പിടിച്ചിരിക്കുന്നത്. ഈ ചൂണ്ടയിൽ കൊത്തും, ഉറപ്പ്. പ്രതീക്ഷിച്ച പോലെ ഫോട്ടോ കൊണ്ട് അടുത്ത സെക്കൻഡിൽ മൂപ്പരുടെ കോൾ വന്നു. അഡ്രസ്സ് ഉണ്ടാകാൻ സാധ്യതയില്ല കിട്ടു. പക്ഷെ അന്ന് അവർക്ക് വേണ്ടി നാട്ടിലേക്ക് പൈസ അയച്ചിരുന്ന ഞാനാ. ഇന്നത്തെ പോലെ ഗൂഗിൾ പേ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് അയക്കായിരുന്നത് എൻ്റെ ഓർമ്മ. അത് കിട്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാനൊന്ന് ആലോചിച്ചു. എന്തായാലും ഒറീസയിൽ പോകുന്നുണ്ട്. അവിടുത്തെ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ച എന്തെങ്കിലും വിവരം കിട്ടുമായിരിക്കും. വേണുവിന് ആ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരാൻ പറ്റുമോ? ആ, നീ നാളെ രാവിലെ വീട്ടിലേക്ക് വാ. തട്ടിമ്പുറത്ത് പഴയ കുറെ അക്കൗണ്ട് ബുക്ക് കിടക്കുന്നുണ്ട്, അതിലുണ്ടാവും. അതെ, വരുമ്പോ കുപ്പി കൂടി എടുക്കണേ. അങ്ങനെ ഒരു ഫുൾ വിസ്കിക്ക് പകരം അജയ് ബയ്യയുടെ ബാങ്ക് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. കാലപ്പഴക്കം കൊണ്ട് നിറമങ്ങിയ ആ പുസ്തകത്തിലെ പല അക്ഷരങ്ങളും മാഞ്ഞിരുന്നു. എങ്കിലും വളരെ പണിപ്പെട്ട് ഞാൻ ആ ബാങ്കിന്റെ ബ്രാഞ്ച് നെയിം കണ്ടുപിടിച്ചു. ഒറീസയിലെ സുബർണപൂർ ജില്ലയിലെ ഗോധനേശ്വർ എന്ന ഗ്രാമം. അവിടുത്തെ ബാങ്കിലേക്കാണ് പൈസ പോയിരിക്കുന്നത്. ഗുരുത്വാകർഷണം കണ്ടെത്തിയ ന്യൂട്ടനുണ്ടായതിനേക്കാൾ വലിയ സന്തോഷമായിരുന്നു എനിക്ക്. ബയ്യയിലേക്കുള്ള ദൂരം ഒത്തിരി കുറഞ്ഞിരിക്കുന്നു. ആ സന്തോഷത്തോടെ യാത്രയ്ക്ക് വേണ്ടി പെട്ടിയെട്ടി തുടങ്ങുമ്പോഴാണ് ഹരിയേട്ടൻ ഒരിക്കൽ കൂടി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച്. പക്ഷെ ഞാൻ വിടോ, ഒടുവിലെല്ലാം സെറ്റ്. ഷൂവിന് മാച്ചായ സോക്സ് തപ്പുമ്പോൾ ചേച്ചി മുറിയിലേക്ക് കയറി കഥകടച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. ആൾ കൈകെട്ടി തന്നെ തുറച്ചു നോക്കി. എന്താ? അതെ, നീയും നിന്റെ അളിയനും കൂടി അങ്ങോട്ടാ പോകുന്നത്? പറഞ്ഞല്ലോ, കല്യാണത്തിന്. അടിയന്തരത്തിനാ ചേക്കാ. നിന്നെ ജനിച്ച മുതൽ ഞാൻ കാണുന്നല്ലേ. അങ്ങോട്ട് ഏകദേശം 8 വർഷത്തോളായി.
അച്ഛനെയും അമ്മനെയും പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കരുത്. ഇതുവരെ ഇല്ലാത്ത സുഖ്ദേവ് സിംഗും അയാളുടെ പെങ്ങളും സ്വന്തം മാമന്റെ മോളുടെ കല്യാണത്തിന് താലിയിട്ട് കഴിഞ്ഞപ്പോൾ മോങ്ങാണിച്ച് മുങ്ങിയാന്റെ കെട്ടിയൻ ഏതോ ഒരു സിംഗിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് 10 ദിവസം മുമ്പ് അവിടെ എത്തണമെന്ന് പറയുന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നല്ല. ചേച്ചിയോട് കള്ളം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്നിട്ടാണ് കല്യാണത്തിന് തന്നെ പോകുന്നത്. അവിടെ ചെന്ന് ആടെ കാണാമല്ലോ. എന്നാൽ എന്നെ മോളെയും കൂടെ കൊണ്ടുപോകും. അതിനെന്താ, പക്ഷെ ഇത്തവണ വേണ്ട. ഞാൻ അവിടെ ചെന്ന് ഏതെങ്കിലും പഞ്ചാബി പെണ്ണിനെ വളച്ചെടുക്കട്ടെ. എന്നിട്ട് പെണ്ണ് കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വന്നോ. മലയാളികളെ പോലെ അല്ല കേട്ടോ പഞ്ചാബികളുടെ ഇടിക്കേ ഒരു മയവും കാണില്ല, അത് ഓർമ്മ വേണം. ഒന്നുകൂടി എന്നെ അടിമുടി നോക്കിയിട്ട് ചേച്ചി മുറിവിട്ടിറങ്ങി. കള്ളം പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. പക്ഷെ ബയ്യെ കാണാനാണ് ഈ യാത്ര എന്നറിഞ്ഞാൽ ചിലപ്പോൾ ആരും സമ്മതിക്കില്ല. അവിടെ എത്തി ബയ്യെ കണ്ട ശേഷം മാത്രം സത്യം അറിയുന്നതാണ് നല്ലത്. അങ്ങനെ ഞാനും എൻ്റെ പുന്നാരളിയനും ബാഗുകളുമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ടിക്കറ്റ് നേരത്തെ റിസർവ് ചെയ്തിരുന്നു. ഒറീസയിൽ ഇപ്പോൾ ചൂടാണോ തണുപ്പാണോ? ട്രെയിൻ കാത്തിൽക്കെ അരിയേട്ടൻ ചോദിച്ചു. അറിയില്ല, ഗൂഗിൾ നോക്കണം. പിന്നെ അറിയട്ടാ, ഒറീസ അല്ല ഒഡീഷ, അതാ ഇപ്പോഴത്തെ പേര്. എന്തു കോപ്പായാലും നോർത്ത് ഇന്ത്യൻ അല്ലടാ. എടാ, നിനക്കൊരു ഭാഗ്യം മതിയെങ്കിൽ രാവിലെ തെക്കേ ബസാറിൽ ചെന്നിക്ക്. പണിക്ക് പോകുന്ന ഒരുപാട് ഭായിമാരുണ്ടാവും. അതിൽ നല്ലൊരു തന്നെ സെലക്ട് ചെയ്തോ. ഏതോ നാട്ടിലേക്ക് എന്തിനായി പോണ്, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അറിയട്ടാ. നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? ഞാനും എൻ്റെ ഭാര്യയും മോളുന്നൊരു ചിന്ത മാത്രം. അതെ അതെ, നീ പോകുന്ന അയാളെ കാണാനൊന്നുമല്ല, ആ പെണ്ണിനെ കാണണം. പറ്റുമെങ്കിൽ വളക്കണം. മലയാളി പെൺപിള്ളേർക്ക് ഇവരുള്ളതുകൊണ്ട് നിനക്ക് ഒരുത്തിയും സെറ്റാവില്ല. അപ്പൊ ഇത് തന്നെ അവസാനത്തെ വഴി. നീ നോയിക്കോ, ആ പെണ്ണ് മിക്കവാറും കുളിക്കാത്ത പാൻ മസാല ചവച്ചടക്കുന്ന ഒരുത്തിയായിരിക്കും. പോരായിട്ട് കല്യാണം കഴിഞ്ഞ് 5-6 കുട്ടികളുമായിട്ടുണ്ടാവും. ശാപം. ഈശ്വര, ഇനി അങ്ങനെ ആയിരിക്കുമോ? അളിയൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ബയ്യെ കാണുക മാത്രമല്ല, ബേബിയെയും കാണണം. ആളിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാനൊരാഗ്രഹം. കാത്തിരിപ്പിന് വിരാമമിട്ട് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എക്സ്പ്രസ് ട്രെയിൻ കടന്നു വന്നു. എന്റെ നെഞ്ചിടിപ്പ് കൂടി. ഇത് വേണോ എന്ന് ആരോ ഉള്ളിൽ നിന്ന് ചോദിക്കുന്ന പോലെ. പക്ഷേ പിന്മാറിയിൽ ഹരിയേട്ടൻ്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും. ഒടുക്കെ രണ്ടും കൽപ്പിച്ച് വലതുകാൽ വെച്ച് ട്രെയിനിൽ കയറി ഞങ്ങളുടെ സീറ്റ് കണ്ടെത്തിയിരുന്നു. തിരിച്ച് ജീവനോട് എത്തിയാ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, ഹരിയേട്ടൻ പറഞ്ഞു. നിന്നെ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ കയറ്റി വേണം, അല്ലെങ്കിൽ അടുത്ത വള്ളി പിടിക്കും നീ. നിങ്ങൾ എന്തിനാ ഹരിയേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ടെൻഷനുണ്ടാ. നീ ഒറ്റത്തടി, വീട്ടുകാർക്ക് നീ ചത്താലും പ്രശ്നമില്ല. ഞാനങ്ങനെയാണോ? ഭാര്യ മോള് ഇവരനാഥരാവും. നിന്റെ ചേച്ചിക്കാണെങ്കിൽ ഒരു പണി അറിയില്ല. കൊച്ചിനെങ്ങനെ വളർത്തും? അത് പേടിക്കണ്ട. ചേച്ചി പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാ. വിധവയാൽ പാർട്ടിക്കാരെവിടെയും ജോലിയായി കൊടുക്കും. എന്റെ ദൈവമേ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുന്നത്തുകാവിൽ തെയ്യാ. ഇത്തവണ റീമി ടോമിയുടെ ഗാനമേനുണ്ട്. അത് കാണാനുള്ള യോഗ പോലും മിക്കവാറും എനിക്ക് ഉണ്ടാവില്ലല്ലോ. ഞങ്ങളുടെ നേരെ മുമ്പിൽ 2 കന്യാസ്ത്രീകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിലൊരാൾ ഹരിയേട്ടൻ നോയി പുഞ്ചിരിച്ചു. എന്തു പറ്റി? ഒന്നുമില്ല പെങ്ങളെ, സോറി സിസ്റ്റർ. കുടുംബത്തിൽ മുടിയനായ പുത്ര ഒരാളുണ്ടാവില്ലോ, അവനെ കൊണ്ട് ബാക്കിയുള്ളവർ പാടുവിടും. അതന്നെ പ്രശ്നം. അതേ പുഞ്ചിരിയോടെ കയ്യിൽ നിന്നൊക്കൊന്ത ഹരിയേട്ടൻ നൽകി. ഗോഡ് ബ്ലസ് യു. ഹരിയേട്ടൻ അത് വാങ്ങി നെഞ്ചോട് ചേർത്തു. പിന്നെ എൻ്റെ പറശ്ശിനി കടവ് മുത്തപ്പാ കാത്തോളണേ എന്നും പറഞ്ഞ് കഴുത്തിലിട്ടു. സിസ്റ്റർമാർ എങ്ങോട്ടാ? കാസർഗോഡ്. നിങ്ങളോ? ഒഡീഷ. ആ, ലോങ് ട്രാവലാണല്ലോ. അതെ, ഇതെൻ്റെ വൈഫിൻ്റെ ഒരേ ഒരു അനിയനാ. ഇവനൊരു ആഗ്രഹം, അത് സാധിപ്പിക്കാൻ പോവാ. ഹീസ് ലക്കി. ഇങ്ങനെയൊരു ബ്രദറിംഗ് ലോയെ കിട്ടിയല്ലോ. ഇവൻ ലക്കിയാ, പക്ഷെ എന്നിവന്റെ കുടുംബത്തിൽ കയറിയോ അന്ന് തൊട്ട് എന്റെ കഷ്ടകാല. എന്താ? ഏയ് ഒന്നുമില്ല, നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഹരിയേട്ടൻ അവരുമായി സംസാരം തുടർന്നു. ട്രെയിൻ പതിയെ നീങ്ങി തുടങ്ങി. പുറത്ത് നല്ല നിലാവുണ്ട്. എന്നെ കാണുമ്പോൾ അജയ് ബയ്യയുടെ പ്രതികരണം എന്താവും? കെട്ടിപ്പിടിച്ച് കുറെ കരയാനാണ് ചാൻസ്. ഞാൻ ഇത്രയും ദൂരം താണ്ടി ചെല്ലുമെന്ന് ബയ്യ ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ. അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. ഹർഷിതയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുന്നു. ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അവളെ ഒന്ന് കാണണം, 2 വാക്ക് സംസാരിക്കണം. കുറെ കാലം അവളെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു എന്ന് അറിയിക്കണം. മറ്റൊന്നിനു വേണ്ടിയല്ല, എൻ്റെ ഒരു സമാധാനത്തിന്. പറ്റുമെങ്കിൽ കുന്നത്തുകാവിലെ തെയ്യത്തിന് അവളെയും ബയ്യയും ക്ഷണിക്കണം. അവരെ കണ്ടാൽ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ സന്തോഷമാവും. ട്രെയിനിന്റെ വേഗത വർദ്ധിച്ചു. കാസർഗോഡ് എത്തിയപ്പോൾ കന്യാസ്ത്രീകൾ ഇറങ്ങി. ഞാൻ ബർത്തിൽ കിടന്നു. മനസ്സ് മുഴുവൻ ബയ്യയും ബേബിയുമാണ്. ഏകദേശം 10-40 മണിക്കൂർ യാത്രയുണ്ട്. കഷ്ടപ്പെട്ടതിന് പ്രതിഫലം കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇടയ്ക്ക് എഴുന്നേറ്റപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ട്രെയിൻ കർണാടകയിലേക്ക് പ്രവേശിച്ചിരുന്നു. നേരത്തെ കന്യാസ്ത്രീകൾ ഇരുന്നെടുത്ത് ഒരു യുവാവും യുവതിയും 2 കുട്ടികളും ഇരിക്കുന്നുണ്ട്. ഹരിയേട്ടൻ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ 20 മണിക്കൂർ നേരത്തെ വിരസമായ യാത്രക്കൊടുവിൽ ഞങ്ങൾ വിശാഖപട്ടണം എത്തിച്ചേർന്നു. അവിടുന്ന് മറ്റൊരു ട്രെയിനിൽ കയറി ടിറ്റ്ലാഗഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും സമയം രാത്രിയായി. വരണ്ട കാലാവസ്ഥ. ഉറക്കെ സംസാരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന ആളുകൾക്കിടയിലൂടെ ഞങ്ങൾ സ്റ്റേഷന് പുറത്തിറങ്ങി. കുറച്ച് ഓട്ടോയും 3-4 ടാക്സി കാറുകൾ അവിടെയുണ്ട്. റോഡിന്റെ എതിർവശത്തെ ലോക്കൽ ലോഡ്ജിൽ ചെന്ന് മുറിയെടുത്തു. നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ അതിനടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പാഴ്സൽ വാങ്ങി. ഇവന്മാർ എങ്ങനെ ഉണക്കച്ചപ്പാത്തിയും പരിപ്പും കഴിക്കുന്നു? കഷ്ടം. ഹരിയേട്ടൻ സങ്കടത്തോടെ എന്നെ നോക്കി. ഈ സമയത്ത് നിന്റെ ചേച്ചി ഉണ്ടാക്കുന്ന സാമ്പാറും മീൻ ഫ്രൈയും കണ്ണിമാങ്ങ അച്ചാറും ചൂട് ചോറിൽ കുഴച്ച് കഴിക്കണം ഞാനാ. ചേച്ചിയുടെ കൈപുണ്യത്തെ കുറിച്ച് എന്നോട് പറയില്ലേ? നിങ്ങൾ കാണുമ്പോൾ ഞാൻ അവളെ കാണുന്ന. വേഗം കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം. 2-2 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട്. ഇതൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടി? ഗൂഗിളിലുണ്ടല്ലോ. ഹരിയേട്ടൻ ചപ്പാത്തി കടിച്ചു വലിച്ചു.
ആ ചെങ്ങായിനെ കണ്ട് 2 ദിവസം താമസിച്ചുകൊണ്ട വണ്ടി കാരണം കേട്ടല്ലോ. ഇല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ ട്രാവൽസ് അടച്ചുപൂട്ടേണ്ടി വരും. അപ്പൊ എല്ലാവരും ചോദിക്കില്ലേ കല്യാണം കൂടാൻ പഞ്ചാബിൽ ചെന്നിട്ട് എന്താ പെട്ടെന്ന് വന്നേന്ന്. ഓ, കള്ളം പറയാത്ത പുണ്യാളന്മാരെന്നല്ലല്ലോ ഞാനും നീയും. കല്യാണ പെണ്ണ് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി. അതോടെ കല്യാണം മുടങ്ങി. ആ സങ്കടത്തിൽ സുഖദേവ് സിംഗ് കൃഷിക്കടിക്കാൻ വെച്ചിരുന്ന വിഷം കുടിച്ച് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വന്നു. ഇത്രയും പറഞ്ഞാൽ മതി. ഓ, സമ്മതിക്കണം. സെക്കൻഡ് വെച്ചല്ലേ കഥയുണ്ടാക്കുന്നത്. ഞാൻ ഹരിയേട്ടനെ തൊഴുതു. പിന്നെ കൈ കഴുകി ചെന്ന് കിടന്നു. കൊതുകുകളും ആ മുറിയിലെ സ്പീഡ് തീരെയില്ലാതെ കറങ്ങുന്ന ഫാനിന്റെ ഭീകര ശബ്ദവും ഞങ്ങൾ ഉറങ്ങാൻ അനുവദിച്ചതേയില്ല. നല്ല ചൂടും. പുലർച്ചെയാണെന്ന് ഉറങ്ങിയത്. എഴുന്നേറ്റപ്പോൾ ഉച്ചയാവാറായി. പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി ലോഡ്ജിൽ നിന്നിറങ്ങി. ടാക്സി സ്റ്റാൻഡിൽ ചെന്ന് 15 മിനിറ്റ് വിലപേശലിനൊടുവിൽ ഒരു ഡ്രൈവർ 2000 രൂപക്ക് ഗോദനേശ്വറിൽ എത്തിക്കാമെന്ന് ഏറ്റു. ഉദർ കിസ്കോ മിൽനെ കെ ലിയെ ജാതാ ഹെ ഭായ്. വായിലെ ഗുഡ്ക കാറിന് പുറത്തേക്ക് തുപ്പിക്കൊണ്ട് ഡ്രൈവർ ചോദിച്ചു. ദോസ്ത് കേരൾ വാലേക്കോ ഇതർ ദോസ്ത്. അയാൾക്ക് അത്ഭുതം. 2.5 മണിക്കൂർ യാത്ര അവസാനിക്കുമ്പോഴേക്കും ഞാൻ ആ കഥ അയാളോട് പറഞ്ഞു തീർത്തു. ഒരു മലയാളി തന്റെ സുഹൃത്തായ ഒഡീഷക്കാരനെ കാണാൻ ഇത്രയും ദൂരം വന്നതിന്റെ ബഹുമാനം കൊണ്ടാവണം ടാക്സി ചാർജിൽ നിന്ന് 100 രൂപ അയാൾക്ക് തിരിച്ചു നൽകി. കാറിൽ നിന്നിറങ്ങി ഞാൻ ചുറ്റും നോക്കി. വളരെ ചെറിയൊരു കവല, ഒരു പെട്ടിക്കട, അതിനപ്പുറം 1-2 ചെറിയ കെട്ടിടങ്ങൾ. ഇടതുവശത്ത് ഗോദേശ്വർ ക്ഷേത്രത്തിലേക്കുള്ള വഴി അടയാളപ്പെടുത്തിയ പഴയൊരു ബോർഡ്. ചെമ്മണ്ണിന്റെ റോഡാണ്. അതിലൂടെ കാളവണ്ടികളും സൈക്കിൾ റിക്ഷകളും പോകുന്നുണ്ട്. പണിയായുധങ്ങളുമായി ധോത്തി കെട്ടിയ ആണുങ്ങൾ വേഗത്തിൽ നടക്കുന്നു. 50 വർഷം പുറകിലാണല്ലോടെ ഈ നാട്. എന്തായാലും നിന്റെ ബയ്യെ കണ്ടെത്താൻ വലിയ പാടൊന്നുണ്ടാവില്ല. ആകെ ഇച്ചിരിയല്ലേ ഉള്ളൂ. ഹരിയേട്ടൻ നടുവിന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആദ്യം ബാങ്ക് അപ്പാ, നീ വാ. ഞങ്ങൾ ആ പെട്ടിക്കടയിലേക്ക് ചെന്നു. ഭയ്യ ദോ സോഡ വിത്ത് നമുക്ക്. ശബ്ദം കേട്ട് മുഷിഞ്ഞ പനിയിട്ട കടക്കാരൻ ഞങ്ങൾ നോക്കി. പിന്നെ സോഡ പൊട്ടിച്ച് ഉപ്പിയേർത്ത് തന്നു. MPG ബാങ്ക് ഇതരഹേ. ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിലേക്ക് വിരൽച്ചുകൊണ്ടി. ഇതാണോ ബാങ്ക്? പുല്ല്. ഇനി ആരോട് അന്വേഷിക്കാനാ? ഹരിയേട്ടൻ സോഡ കൊണ്ട് മുഖം കഴുകി. പിന്നെ കാശ് കൊടുത്തു. ബാങ്കിൽ എന്താ ആവശ്യം? നല്ല അസൽ മലയാളത്തിലുള്ള ചോദ്യം. ഞങ്ങൾ ഞെട്ടി. ലോകത്തിന്റെ ഏത് കോളിൽ ചെന്നാൽ അവിടെ ഒരു മലയാളി ഉണ്ടാവും. കഥകളിലും സിനിമകളിലും എല്ലാം മിക്കവാറും അതൊരു കച്ചവടക്കാരനായിരിക്കും. ഇവിടെ ആ പതിവ് പറ്റിയില്ല. ചേട്ടൻ മലയാളിയാണോ? ഞാൻ മലയാളത്തിൽ തന്നെയല്ലേ ചോദിച്ചത്. 1-ാം തരം കോട്ടയംകാരനാ. നിങ്ങൾ അന്വേഷിച്ച ബാങ്കൊക്കെ പൂട്ടിക്കെട്ടിയിട്ട് വർഷങ്ങളായി. എന്താ കാര്യം? കാശ് വല്ലതും കിട്ടാറുണ്ടാവും? അതൊന്നുമില്ല ചേട്ടാ, ഒരാളെ തപ്പിയിറങ്ങിയതാ. ഈ ബാങ്കിലേക്കാണ് പുള്ളി കാശ് അയച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അന്വേഷിച്ച അഡ്രസ്സ് കിട്ടുമല്ലോ. ആരാ ആള്? പേരാജയ്. കുറേ കാലം കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൾഫിൽ പോയി. വീട്ടിൽ 2 അനിയത്തിയാണുള്ളത്. അനിയത്തിയുടെ പേര് ബേബി, അല്ല ഹർഷിത. കടക്കാരൻ കുറച്ച് ആലോചിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നു. എനിക്ക് ആളെ മനസ്സിലായി. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? എൻ്റെ അടുത്ത വീട്ടിൽ അവർ താമസിച്ചിരുന്നു. ഒരു കുടുംബം പോലെ കഴിഞ്ഞതാ. ഇടയ്ക്ക് വെച്ച് കോണ്ടാക്ട് നഷ്ടപ്പെട്ടു. ഒരാളെ കാണാൻ ഇത്രയും ദൂരം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം എനിക്ക് ഊഹിക്കാം. പക്ഷേ അയാൾ സാധാപത്തോടെ എന്നെ ഹരിയേട്ടനെയും നോക്കി. അജയ് മരിച്ചുപോയി. ഞാൻ ഞെട്ടി. എന്താ? അതെ, കുറേ ആയി. ഗൾഫിൽ വെച്ച് ആത്മഹത്യതാ. ഒരനിയത്തിയുള്ളതെങ്കിലും ഓർക്കണ്ടേ? എന്തിനായിരുന്നെന്നറിയോ? എൻ്റെ ശബ്ദം വിറച്ചു. അത് അവൻ്റെ വർഷങ്ങളുടെ സമ്പാദ്യം ഒരു തെണ്ടി പറ്റിച്ചു മുങ്ങി. അതാ കാരണം എന്നറിഞ്ഞ്. കുറച്ചു കാലം മുമ്പ് അമ്മയും മരിച്ചു. ഇപ്പം ആ പെണ്ണ് ഹർഷിത തനിച്ചാ താമസം. ദാ ആ കാണുന്ന വഴിയിലൂടെ നേരെ ചെന്ന 2ാമത്തെ വീട് അവരുടേത്. എനിക്ക് ശരീരം തളരുന്ന പോലെ തോന്നി. കയ്യിലും കഴുത്തിലും കുറെ നിറമങ്ങിയ ചരടുകൾ കെട്ടിയ നിഷ്കളങ്കമായി ചിരിക്കുന്ന ഒരാളുടെ രൂപം മനസ്സിൽ തെളിഞ്ഞു. ആ വ്യക്തിയെ കാണാൻ കൊതിച്ചാണ് വന്നത്. പക്ഷേ അജയ് ഭയ്യനില്ല. എന്നെ കാണുമ്പോൾ ഞാൻ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ ആശ്ചര്യത്തോടെ അതിലുപരി ആഹ്ലാദത്തോടെ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ച് കണ്ണീർ വാർക്കുന്ന ഭയ്യെ ഇന്നലെ കൂടി വരച്ചെടുത്തതാണ്. ഇനി ഒരിക്കലും ആ സ്വപ്നം നടക്കില്ലെന്ന് ഓർത്തപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചോട്ടു എന്നും കിരണെന്നും സ്നേഹത്തോടെയുള്ള വിളി ഞാൻ ഇനി കേൾക്കില്ല. അത്രമേൽ പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗം. ആളുകൾ വന്നോടെ കടക്കാരകത്തേക്ക് തിരിച്ചു കയറി. എടാ, നീ വിഷമിക്കണ്ട. ഹരിയേട്ടനെ തോളി പിടിച്ചു. സാറില്ല, ഇതായിരിക്കും വിധി. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, നമുക്ക് ആ പെൺകുട്ടിയെ കണ്ടിട്ട് വരാം. കൂടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാലോ. നീ വാ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.